തൃശൂർ റെയിൽവേ പാളത്തിൽ ഇരുമ്പ് കഷ്ണം കണ്ടെത്തിയ സംഭവം മോഷണ ശ്രമമെന്ന റെയിൽവേ പോലീസ്. പാളത്തിനു സമീപമുണ്ടായിരുന്ന റെയിലിന്റെ കഷ്ണം മോഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ട്രെയിൻ വരുന്നത് കണ്ട് റെയിലിന്റെ കഷ്ണം ഉപേക്ഷിച്ചു പോയതാകാം എന്നാണ് ഇപ്പോൾ നിഗമനം. സൂരജ് സജി തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് രാവിലെ 4:50 ഗുഡ്സ് ട്രെയിൻ ഈ കാണുന്ന ഇതുപോലെയുള്ള ഒരു റെയിൽ പാളത്തിൽ, അതായത് റെയിൽ പാളം നിർമ്മിക്കുന്ന കഷ്ണമാണ്. ഇതുപോലൊരു കഷ്ണം ഈ ട്രാക്കിലേക്ക് കയറിയ നിലയിലാണ്. എന്നാൽ ഒരു അട്ടിമറി ശ്രമമല്ല ഇവിടെ നടന്നതെന്ന് റെയിൽവേ തീർത്തും പറയുന്നുണ്ട്. കാരണം ഈ ഇതുപോലുള്ള ഇരുമ്പ് കഷ്ണം ഈ ട്രാക്കിന് മുകളിലേക്ക് വച്ചിരുന്നില്ല, പകരം ഈ ട്രാക്കിനോട് ചേർന്ന്, അതായത് ഇങ്ങനെ തട്ടി നിൽക്കുന്ന തരത്തിലായിരുന്നു. അങ്ങനെയാണ് ഈ ഗുഡ്സ് ട്രെയിൻ വരുന്നതും അത് തട്ടുന്നു. അതോടുകൂടി ഈ ഗുഡ്സ് ട്രെയിൻ ഇവിടെ നിർത്തിയതിനു ശേഷം ഈ RPF ആ ലോക്കോ പൈലറ്റ് വിവരം കൈമാറുകയായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ പിന്നീട് ഇവിടെ എത്തി ഈ ഇരുമ്പിന്റെ പീസ് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ പരിശോധന നടത്തുന്ന ആ ഭാഗത്താണ് രാവിലെ ഈ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അട്ടിമറിയല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്നും RPFന്റെ ഭാഗത്തുനിന്നും ഒക്കെ വന്നിരിക്കുന്ന നിഗമനം. അവർ പറയുന്നത് ഈ ഇരുമ്പ് പീസ് മോഷ്ടിക്കാൻ എത്തിയ ഒരു സംഘം, ആ സംഘം അത് മോഷ്ടിക്കുന്നതിനിടയിൽ ഗുഡ്സ് ട്രെയിൻ എത്തിയിട്ടുണ്ടാകാം. അതോടുകൂടി അവർ അത് ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം, ആ ശ്രമത്തിനിടെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുണ്ട്. ഇതൊരു പ്രധാന പാതയാണ്, തൃശൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പോകുന്ന ഒരു റോഡാണ്. പക്ഷെ അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ആർക്കും ഇങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് ഇവിടെയൊക്കെ ഒരു വേലി നിർമ്മിക്കണം എന്ന് കുറെ കാലമായി ഈ റെയിൽവേക്കൊക്കെ ഈ പോലീസ് അടക്കം റിപ്പോർട്ടുകൾ നൽകിയതാണ്. പക്ഷേ ഒരു തരത്തിലും ഇവിടെ ഒരു വേലി, സുരക്ഷാ വേലികളോ ഒന്നും തന്നെ ഇല്ല. ആർക്കും സുഖമായി ഈ റെയിൽവേ ട്രാക്കിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണിത്. ഇതിലൂടെ നടന്ന് ആളുകൾ ഈ ട്രാക്ക് മുറിച്ച് കടക്കും, അവിടെ അപകടങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് പോലീസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ റെയിൽവേ ട്രാക്കിൽ ഇത്തരത്തിൽ ഈ ഇരുമ്പിന്റെ കഷ്ണങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ സ്വാഭാവികമായും മോഷ്ടാക്കൾ അത് മോഷ്ടിക്കാനെത്തും. അത് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കും. അത് പലപ്പോഴും റെയിൽവേയുടെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ റെയിൽവേയുടെ ഭാഗത്ത് അത്തരത്തിലൊരു ഇടപെടൽ, അതായത് ഈ ട്രാക്കിന്റെ സൈഡിൽ കിടക്കുന്ന ഇരുമ്പ് കഷ്ണങ്ങൾ അടക്കം എടുത്തു മാറ്റുന്നതിൽ ഉണ്ടായ ഒരു അനാസ്ഥയാണ് ഇപ്പോൾ ഈ അപകടത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നിലവിൽ ഈ പാസഞ്ചേഴ്സ് അസോസിയേഷൻ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ കടുത്ത പ്രതിഷേധം അവർ ഉയർത്തുന്നുമുണ്ട്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ട്രാക്കിന് സമീപം കിടക്കുന്ന ഇത്തരത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഈ മാറ്റണം എന്നൊരു നിർദ്ദേശമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സുരക്ഷാ വേലികൾ അടക്കം ക്രമീകരിച്ചുകൊണ്ട് ഈ ട്രാക്കിന് സമീപം വേണ്ട സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കിയാൽ മാത്രമാണ് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്ന് തൃശ്ശൂരിൽ നടന്നത് അട്ടിമറിയല്ല എന്നത് പോലീസ് ഉറപ്പിക്കുകയാണ്. അത് മോഷണശ്രമമാണ്. മോഷ്ടാവിനെ വൈകാതെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഓക്കെ, താങ്ക് യു.